പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷത്തിലെ 23-ാമത്തെ അധ്യായത്തിൽ 46-ാമത്തെ തിരുവചനം പറയുന്നുണ്ട്. ഈശോയുടെ ഭൗമിക ജീവിതത്തിലെ അവസാനത്തെ വചനമാണ്. പിതാവേ, നിൻ്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിൽ തന്നെ മുഴുവനും സമർപ്പിക്കുന്ന ഈശോ പിതാവിൻ്റെ നേരെയുള്ള സ്നേഹത്തിൻ്റെ വലിയൊരു അടയാളം കാണിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. സമ്പൂർണ്ണ സമർപ്പണം ഈശോ അവിടെ സമർപ്പിക്കുകയാണ് ദൈവകരങ്ങളിൽ. കൊച്ചുത്രേസ്യ ഈശോയുടെ സമ്പൂർണ്ണ സമർപ്പണം കണ്ട് ഹൃദയത്തിൽ അനുഭവിച്ചുകൊണ്ട് അവളുടെ ജീവിതത്തിലും ഓരോ നിമിഷവും പറഞ്ഞുകൊണ്ടിരുന്നു, നിൻ്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ ഉദാത്തമായ മാതൃക, ഉന്നതമായ മാതൃക കൊച്ചുത്രേസ്യയ്ക്ക് ലഭിക്കുന്നത് കൊച്ചുത്രേസ്യയുടെ പിതാവിൽ നിന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊച്ചുത്രേസ്യയും സെലിനും നമുക്കറിയാം, അവരുടെ വീട്ടിലെ 9 മക്കളാണ്. ഞാനൊരിക്കൽ സൂചിപ്പിച്ചല്ലോ, സെലി അവൾ ഒരു സന്യാസിനിയാകാൻ ആഗ്രഹിച്ച കൊച്ചുത്രേസ്യയുടെ അമ്മയാണ്. ഒരു സന്യാസിനിയാകാൻ ആഗ്രഹിച്ചു. ചേച്ചിയോടൊപ്പം അവൾ മഠത്തിൽ ചെന്ന് അനുമതി ചോദിച്ച് കാത്തിരിക്കുമ്പോഴേ മദർ വന്ന് പറഞ്ഞു, ചേച്ചിയെ സ്വീകരിച്ചിരിക്കുന്നു, അനിയത്തിയെ സ്വീകരിക്കുന്നില്ല എന്ന്. വലിയൊരു ദുഃഖം, സങ്കടം ഈ സെലിയുടെ ഹൃദയത്തിലേക്ക് ഇരച്ച് കയറുകയായിരുന്നു. അവൾ വളരെയേറെ ദുഃഖിച്ചു, വേദനിച്ചു, സങ്കടപ്പെട്ടു, കരഞ്ഞു. ഈശോയെ, എന്നെ മുഴുവനും അങ്ങേക്ക് സമർപ്പിക്കുവാൻ വേണ്ടി, അങ്ങയുടെ ഒരു പ്രിയ മണവാട്ടിയായി തീരുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചു എന്ന് അങ്ങേക്കറിയാമല്ലോ. എന്നാൽ അങ്ങയുടെ തിരുഹിതം അതല്ല എങ്കിൽ മറിച്ചൊന്നിനെക്കുറിച്ചും ഞാൻ ചോദിക്കുന്നില്ല, അങ്ങേ ഇഷ്ടം നിറവേറട്ടെ. ശലിയുടെ ഒരു സമർപ്പണം നാം അവിടെ കാണുകയാണ് ദൈവത്തിൻ്റെ മുമ്പിൽ, പിതാവിൻ്റെ മുമ്പിൽ. ജോയി മാർട്ടിൻ എന്ന് പറയുന്ന യുവാവ് ഒരു വൈദികനാകാൻ ആഗ്രഹിച്ച് സന്യാസ സഭയിൽ ചേരാൻ ആഗ്രഹിച്ച്, എന്നിട്ട് അവൻ ഏതാനും മാസങ്ങൾ അവിടെ താമസിച്ച് പരിശ്രമിച്ചു നോക്കി. അവന് പഠിച്ച് മുന്നോട്ട് പോകാനുള്ള ത്രാണിയില്ല എന്ന് മനസ്സിലാക്കി അധികാരികൾ അവനെ പുറകോട്ട് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ 2 പേരുടെ ആഗ്രഹങ്ങൾ, സെലിയുടെയും ലോയിയുടെയും ആഗ്രഹങ്ങൾ, ഒരു വൈദികനാകണമെന്നുള്ള ആഗ്രഹം, ഒരു സന്യാസിനിയാകണമെന്നുള്ള ആഗ്രഹം, 2 പേരുടെയും അവിടെ തന്നെ അവസാനിക്കുകയാണ്. 2 പേരും അതിനെ നല്ല രീതിയിൽ തന്നെ സ്വീകരിക്കുന്നത് കാണുകയാണ്. സെലി സ്വീകരിച്ചെങ്ങനെയാണ്? ദൈവമേ, എന്നെ ഒരു സന്യാസിനിയായിട്ട് നീ സ്വീകരിക്കുന്നില്ലെങ്കിൽ ഞാൻ വിവാഹ ജീവിതം സ്വീകരിക്കും. എനിക്ക് അനേകം മക്കളെ അങ്ങ് തരണം. അവരെല്ലാവരെയും ഞാൻ അങ്ങയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അങ്ങയുടെ മണവാട്ടികളായി ഞാൻ സമർപ്പിക്കുമെന്ന് തീരുമാനമെടുക്കുകയാണ്. ആൺമക്കളെ മുഴുവൻ ഞാൻ പൗരോഹിത്യത്തിലേക്കും പെൺകുട്ടികളെ ഞാൻ അങ്ങയുടെ ശുശ്രൂഷയ്ക്ക് സന്യാസ സഭയിലേക്ക്, കോൺവെൻറ്റുകളിലേക്ക് ഞാൻ അയക്കുമെന്ന് അവൾ പറയുകയാണ്. 9 മക്കളെ അവർക്ക് കിട്ടി. ആ 9 പേരിൽ 4 കുഞ്ഞുങ്ങൾ ശിശുകാലത്ത് തന്നെ അവർ മരിച്ചു പോവുകയാണ് ചെയ്യുക. വാസ്തവത്തിൽ അവർക്ക് അപ്പനും അമ്മയ്ക്കും വളരെയേറെ സങ്കടവും ദുഃഖവും വരുത്തിക്കൊണ്ടാണ്. ഓരോ കുട്ടി ജനിക്കുമ്പോഴും അവർക്ക് സന്തോഷം. സന്താനങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അടയാളമായിട്ടാണ് കാണുക. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ അനുഗ്രഹവും മക്കളിൽ, കുടുംബത്തിലുണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ്. വാസ്തവം പറഞ്ഞാൽ സന്താനങ്ങൾ അവരങ്ങനെ എടുത്തു. ഒരു വൈദികൻ തീർച്ചയായിട്ടും ഉണ്ടാകണമെന്ന് കരുതി കാത്തിരുന്നിട്ട് ആരും തന്നെ ഉണ്ടായില്ല. എല്ലാവരും പെൺകുട്ടികളാണ്. അവസാനത്തെ വ്യക്തി കൊച്ചുറാണി, അവൾ തീർച്ചയായിട്ടും അതിൻ്റെ ഊഴം ഒരു ആൺകുഞ്ഞായിരിക്കുമെന്ന് ആഗ്രഹിച്ചിരുന്നിട്ട് നടന്നില്ല. ഒരാൺകുട്ടി ജനിച്ചത് പെട്ടെന്നങ്ങ് മരിക്കുകയും ചെയ്തു. ഇവിടെയെല്ലാം വാസ്തവം പറഞ്ഞാൽ
ദൈവത്തിൻ്റെ തിരുഹിതം കണ്ട് ദൈവേഷ്ടം നിറവേറ്റുന്ന അവരെ ഒരു സമ്പൂർണ്ണ സമർപ്പണം ജീവിതത്തിലെ ഓരോ നിമിഷവും ഓരോ വേളയിലും ചെയ്തുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. കൊച്ചുരേഷ്യ കാണുന്നത് ലൂയി മാർട്ടിൻ്റെ സമ്പൂർണ്ണമായൊരു സമർപ്പണം കാണുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മുഴുവനും തകർത്ത് തലകുത്തി മറിച്ചെന്ന പോലെ തന്നെ ഒരു പ്രയാസത്തിലേക്കും അദ്ദേഹത്തിൻ്റെ രോഗപീഠകളിലേക്കും അവസാനം രോഗിയായി മരിക്കുന്ന ആ അവസ്ഥയിലേക്ക് തന്നെ അദ്ദേഹത്തെ നയിച്ചു. അത് മറ്റൊന്നുമല്ല, പിള്ളേരെ ആത്മതുല്യം സ്നേഹിച്ച ലൂയി മാർട്ടിൻ കൊച്ചുറാണിയോട് അഗാധമായ സ്നേഹം, അവളുടെ ദൈവവിളിക്ക് ഈ ഉണ്ടായിരുന്ന ആ പങ്ക് അതുല്യമായ പങ്കാണ്. സായങ്കാലത്ത് മകളെയും കൊണ്ട് നടക്കാൻ പോകും, പല ദേവാലയങ്ങളിലൊക്കെ പോകും. അപ്പോൾ അവസാനം എവിടെ പോയാലും എപ്പോൾ പോയാലും ഏതെങ്കിലും ഒരു പള്ളിയിൽ കയറുക എന്ന് പറയുന്ന അവരുടെ ആഗ്രഹം ഒരു പരിപാടിയാണ്. അങ്ങനെ പല പ്രാവശ്യം കാർമലീറ്റ് ക്രൈസ്റ്റ് കോൺവെൻറ്റിൽ അവർ സന്ദർശിക്കാൻ കയറും, പ്രാർത്ഥിക്കുമ്പോഴെല്ലാം പറയും, കൊച്ചുറാണി നീ നോക്കിക്കേ, ഈ ഇരുമ്പ് ഗ്രില്ലിനപ്പുറത്ത് സഹോദരിമാർ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുമായി ഐക്യത്തിൽ കഴിയുന്ന സഹോദരിമാരുണ്ട്. അപ്പൻ പറഞ്ഞു കൊടുക്കുന്ന വാക്കാണ്, അപ്പൻ പറഞ്ഞു കൊടുക്കുന്ന വചനമാണ്. ഈ വചനം ഈ കൊച്ചിൻ്റെ ഹൃദയത്തിൽ വളരെയേറെ ശക്തമായി അങ്ങ് സ്വാധീനിച്ചു. ഈ ഗ്രില്ലിനപ്പുറത്ത് നിരന്തരം പ്രാർത്ഥനയിലൂടെയും ത്യാഗത്തിലൂടെയും സഹനത്തിലൂടെയും ഈശോയുമായി ഐക്യപ്പെട്ട് ഈശോയെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സഹോദരിമാരുണ്ട് എന്ന് പറഞ്ഞപ്പോഴേ ഇവൾക്ക് എന്തെന്നില്ലാത്തൊരാവേശമായി ആ മഠത്തിൽ തന്നെ പ്രവേശിക്കണമെന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ആഗ്രഹം വളർന്നുകൊണ്ടുവന്നത് എങ്ങനെയാണെന്നറിയാമോ? ആഗ്നസ്, പൗളിൻ, അപ്പോൾ അവരുടെ ജീവിച്ചിരിക്കുന്ന സഹോദരിമാരിൽ മരിയ, പൗളിൻ, ലയോണി, സെലിൻ, കൊച്ചുരേഷ്യ, ഇങ്ങനെ 5 പേരാണ്. ഇതിൽ പൗളിൻ ആദ്യമേ കർമ്മല മഠത്തിൽ പ്രവേശിച്ചു. സെലി മരിച്ച് കൊച്ചുറാണിക്ക് 4.5 വയസ്സാകുമ്പോഴാണ് സെലി മരിക്കുന്നത്. അങ്ങനെ മരിച്ച് വളരെയേറെ സങ്കടത്തിലും ദുഃഖത്തിലും ആയിരിക്കുമ്പോഴേ വേലക്കാർ പറഞ്ഞിട്ട്, ദൈവമേ ഇവർക്ക് ഈ കൊച്ചു പിള്ളേർക്കൊന്നും അമ്മയില്ലല്ലോ, എന്ത് സങ്കടമെന്ന് പറഞ്ഞപ്പോഴത്തേന് സെലിൻ എന്ത് ചെയ്തു? കൊച്ചുറാണിയുടെ ചേച്ചി മരിയ ചേച്ചിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി മുതൽ മരിയ ചേച്ചി തന്നെയാണ് എൻ്റെ കൊച്ചമ്മ എന്ന് പറഞ്ഞ് അവളെ സ്വീകരിച്ചു. കൊച്ചുറാണി എന്ത് ചെയ്തു? പൗളിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി മുതൽ എൻ്റെ കൊച്ചമ്മ പൗളിൻ ചേച്ചിയായിരിക്കുമെന്ന് പറയുകയാണ്. അന്ന് മുതൽ പൗളിൻ കൊച്ചുറാണിയുടെ ഉത്തരവാദിത്വം മുഴുവനും ഏറ്റെടുക്കുകയായിരുന്നു. ഹല്ലേലൂയ. പൗളിൻ ഈ കൊച്ചുരേഷ്യയ്ക്ക് 8 വയസ്സാകുമ്പോഴാണ് പൗളിൻ മഠത്തിൽ പ്രവേശിക്കുന്നു, കർമ്മലീത്ത മഠത്തിൽ. മരിയയോട് പൗളിൻ വളരെയേറെ രഹസ്യമായി പറയുന്നത് കൊച്ചുറാണി കേട്ടു. താൻ കർമ്മലീത്ത മഠത്തിൽ ചേരാൻ പോവുകയാണെന്നും അത് ഇന്ന ദിവസമായിരിക്കുന്നെല്ലാം പറഞ്ഞത് ഒരു രഹസ്യം പോലെ പറഞ്ഞത് കൊച്ചിന് കേട്ടിട്ട് കൊച്ചിത് മനസ്സിലാക്കി ഉറക്കെ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. അങ്ങനെ ഇറങ്ങിപ്പോകുന്ന കൊച്ചുറാണിയുടെ പുറകെ കാര്യം മനസ്സിലായല്ലോ എന്ന് തിരിച്ചറിഞ്ഞ് പൗളിൻ പുറകെ ചെന്ന് അവളെ വാരിയെടുത്തുകൊണ്ട് വന്ന് കട്ടിലിരുന്നു കൊണ്ട് മടിയിലിരുത്തി അവളോട് പറഞ്ഞു, കൊച്ചുറാണി, ഞാൻ കർമ്മല മഠത്തിൽ പോകുന്ന ആർക്ക് വേണ്ടിയാണെന്നറിയാമോ? അത് നിനക്ക് വേണ്ടിയാണ് ഞാൻ മഠത്തിൽ പോകുന്നത്. ഒരു കാലത്ത് നീയും എന്നോടുകൂടി അവിടെ വരും, കാർമലീത്ത മഠത്തിൽ ക്രൈസ്റ്റ് കോൺവെൻറ്റിൽ വരും, ഞാനും നീയും ഈശോയെ ഒരുപോലെ സ്നേഹിക്കുമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതേ സമയത്ത് ഈ കൊച്ചുറാണി പൗളിൻ്റെ കരത്തിൽ മുറുകെ പിടിച്ചുകൊണ്ടൊരു വാക്ക് പറയാണ്. പൗളിൻ ചേച്ചി പറഞ്ഞത് ഞാൻ മുഴുവനും കേട്ടു. ചേച്ചി പറഞ്ഞു, ചേച്ചി മഠത്തിൽ പോകുന്നു, അവിടെ ഞാനും വരും. എന്നാൽ ചേച്ചി മനസ്സിലാക്കിക്കൊള്ളുക, ഞാനും കർമ്മല മഠത്തിൽ പ്രവേശിക്കും. പക്ഷേ അതൊരിക്കലും പൗളിൻ ചേച്ചിക്ക് വേണ്ടി ആയിരിക്കില്ല, അതെൻ്റെ ഈശോയ്ക്ക് വേണ്ടി തന്നെ ആയിരിക്കും, ഈശോയ്ക്ക് വേണ്ടി മാത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ കൊച്ച് 8ാമത്തെ വയസ്സിൽ വ്യക്തമായി തന്നെ തീരുമാനിക്കാൻ സമർപ്പണം ഈശോയ്ക്ക് നടത്തുകയാണ്, ഈശോയ്ക്ക് വേണ്ടി മാത്രം എന്ന് പറഞ്ഞുകൊണ്ട്. ഹല്ലേലൂയ. അങ്ങനെ മഠത്തിൽ പോകാനുള്ള ആഗ്രഹം, ആവേശം അന്ന് തൊട്ട് തന്നെ ഒരു പ്രത്യേക മേഖലയിലേക്ക്, ഈശോ മേഖലയിലേക്ക് അവൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് നമ്മൾ കാണുന്നുണ്ട്.
അങ്ങനെ വളർന്നു വന്ന കൊച്ചുദേശിയാണ് 15-ാമത്തെ വയസ്സിലായപ്പോഴത്തേന് മഠത്തിൽ പ്രവേശിക്കാൻ വേണ്ടി ആഗ്രഹമായി. കർമ്മലീത്ത മഠത്തിൽ തന്നെ പ്രവേശിക്കണമെന്നായി. അതിനെന്തെന്നില്ലാത്ത എതിർപ്പാണ്. വികാരിച്ചൻ സമ്മതിക്കില്ല, മെത്രാനച്ചൻ സമ്മതിക്കില്ല. വികാരിച്ചനും മെത്രാനച്ചനും സമ്മതിക്കാത്ത നിലയ്ക്ക് ആകപ്പാടെ വിഷമിച്ചപ്പോഴേ ലൂയി മാർട്ടിൻ കൊച്ചിനോട് പറയാണ്, നമുക്ക് റോമിൽ പോകാമെന്ന് പറയാണ്. റോമാ നഗരത്തിൽ പോയി, റോമാ പട്ടണത്തിൽ പോയി 13-ാം ലയോൻ മാർപ്പാപ്പയെ കണ്ടിട്ട് 15-ാമത്തെ വയസ്സിൽ കർമ്മലീത്ത മഠത്തിൽ പ്രവേശിക്കാനുള്ള അനുമതിക്ക് ചോദിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ലൂയി മാർട്ടിൻ കൊച്ചിനെ തൃപ്തിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ഒരപ്പൻ്റെ സ്നേഹം നോക്കിക്കേ, ഒരപ്പൻ്റെ സ്നേഹം. മകളുടെ നേരെ അവരുടെ ആഗ്രഹം കണ്ടിട്ട് അതിനെ ഫീഡ് ചെയ്യുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിശുദ്ധനായ അപ്പൻ. ഈ അപ്പൻ്റെ പ്രവർത്തനങ്ങളെയെല്ലാം കണ്ടുകൊണ്ടൊരിക്കൽ കൊച്ചുദേശിയ പറയുന്നുണ്ട്, ഇതുപോലെ വിശുദ്ധനായ ഒരു വ്യക്തി ഈ ഭൂമിയിലുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ലൂയി മാർട്ടിനെ തന്നെ പറയുകയാണ്. ഈ ലൂയി മാർട്ടിന് 15-ാമത്തെ വയസ്സിൽ ആരെയും മഠത്തിൽ ചേർക്കുക, 15 വയസ്സ് പൂർത്തിയാകാതെ ആരെയും കർമ്മല മഠത്തിൽ ചേർക്കുകയില്ല. അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നുകൊണ്ടാണ് കൊച്ചിനെ എടുക്കാതിരുന്നത്. അപ്പോൾ ഇവരെല്ലാം പറഞ്ഞു 15-ാമത്തെ വയസ്സ് പൂർത്തിയാക്കിയിട്ട് വരികയെന്ന് മെത്രാൻ പറഞ്ഞു, വികാരിച്ചൻ പറഞ്ഞു. പക്ഷേ ഇവൾക്ക് ആവേശമാണ്, ചേരണം. അപ്പൻ അതിനെ എൻകറേജ് ചെയ്തു. ഈ അപ്പനാണ് അവളെയും കൊണ്ട് റോമിൽ പോകുന്നു. പരിശുദ്ധ പിതാവിനെ കാണാൻ അവസരം കിട്ടിയപ്പോൾ എന്ത് ചെയ്തു? ആ ഊഴമനുസരിച്ച് അവൾ പരിശുദ്ധ പിതാവിൻ്റെ ചെന്ന് മുൻപിൽ മുട്ടുകുത്തി 2 കരങ്ങളും പരിശുദ്ധ പിതാവിൻ്റെ മടിയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, പരിശുദ്ധ പിതാവേ, എൻ്റെ ഈ പ്രായത്തിൽ എനിക്ക് കർമ്മലമഠത്തിൽ പ്രവേശിക്കാനുള്ള അനുഗ്രഹം അങ്ങ് എനിക്ക് തരണം. പരിശുദ്ധ പിതാവിന് ഈ കാര്യമൊന്നും മനസ്സിലായില്ല. ദൈവം തിരുമനസ്സാകുന്നു എങ്കിൽ എല്ലാം നടക്കുമെന്ന് പറഞ്ഞ് അവളെ തിരിച്ചു വിടുകയാണ്. ഹല്ലേലൂയ. വേറെ ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങിയപ്പോഴത്തേന് പരിശുദ്ധ പിതാവിൻ്റെ അംഗരക്ഷകന്മാർ വന്ന് ഇവളെ തൂക്കിയെടുത്തുകൊണ്ട് പോയി. ഹല്ലേലൂയ. അങ്ങനെ അവിടെ നിരാശപ്പെട്ട് കടന്നു വരുമ്പോഴേ വീണ്ടും അപ്പൻ അവളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. മകളെ, നീ കർമ്മലമഠത്തിൽ പ്രവേശിക്കും, കർമ്മലമഠത്തിൽ പ്രവേശിക്കുന്നു ഞാൻ കാണും, നീ പ്രവേശിക്കുമെന്നെല്ലാം പറഞ്ഞ് എൻകറേജ് ചെയ്യാണ്. ഇങ്ങനെയുള്ളൊരു അപ്പനാണ് വാസ്തവമായി ഞാൻ പോയിന്റിലേക്ക് വരികയാണ്. ഇവൾ കർമ്മലമഠത്തിൽ പോകാനുള്ള അനുമതി തീർച്ചയായിട്ടും പോകാനുള്ള അനുമതി സമയമാകുമ്പോഴത്തേന് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആകപ്പാടെ എല്ലാം സ്റ്റക്കായിരിക്കുകയാണ്. ഇനി ഒരിക്കൽ കൂടി ചോദിച്ച് അനുവാദമൊക്കെ വാങ്ങിക്കുന്നതിന് വേണ്ടി സെലിനുമായിട്ട് പറഞ്ഞൊത്ത് അവർ തീരുമാനിച്ചു. പന്തക്കൊസ്താ ദിവസം വരുന്നു. പരിശുദ്ധാത്മാവ് അപ്പസ്തോലന്മാരുടെ ഹൃദയത്തിൽ വന്ന അതേ ദിവസം തന്നെയാണ് ഞാൻ പോകുകയാണെന്നുള്ള കാര്യം അപ്പൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്, പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പന്തക്കൊസ്താ ദിവസം തിരഞ്ഞെടുത്ത് സെലിനും കൊച്ചിനാണെയും കൂടി തീരുമാനിച്ചു. അപ്പനോട് വ്യക്തമായി പറഞ്ഞ് പോകാനുള്ള കാര്യങ്ങളാണ്. അവിടെ പന്തക്കൊസ്താ ദിവസം ഉച്ച കഴിഞ്ഞ് 4 മണി ആയപ്പോഴേ വളരെയേറെ വിഷമിച്ച് കാര്യങ്ങൾ എങ്ങനെ അപ്പനോട് പറയുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 4 മണിക്ക് അപ്പൻ മുറ്റത്തൂടെ നടക്കുകയാണ്, പ്രാർത്ഥിച്ച് നടക്കുകയാണ്. സെലിം പറഞ്ഞു, കൊച്ചിനാണ് ഇപ്പം ചെന്ന് അപ്പനോട് ചോദിക്കാൻ പറയും, ഇപ്പം തന്നെ ചെന്ന്. ഇപ്പം തന്നെ ചെന്ന് ചോദിക്കാൻ പറയുമ്പോൾ കൊച്ചുറാണിക്ക് ആകപ്പാടെ മനസ്സിൻ്റെ പ്രയാസം, വിഷമം അപ്പനോട് വ്യക്തമായിട്ട് പറയുമ്പോഴത്തേനും അപ്പൻ്റെ ഹൃദയത്തിലേക്കാൻ പോകുന്ന ആഘാതങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കിയ കൊച്ച് കരഞ്ഞും വിഷമിച്ചും വേദനിച്ചും അപ്പൻ്റെ അടുക്കൽ ചെന്ന് പറയുന്നുണ്ട്. പക്ഷേ കൊച്ചിന് അടുക്കൽ നിന്ന് പുറകിൽ നിന്ന് കരഞ്ഞ് കണ്ടപ്പോഴേ അപ്പൻ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പോയി ഒരു കല്ലിൽ അവളിരിക്കുകയാണ്. അങ്ങനെ ഇരുന്നു കൊണ്ട് അവളെ തൻ്റെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു, നീ എന്താ വിഷമിക്കുന്നത്? പക്ഷേ എനിക്ക് മഠത്തിൽ ചേരണമെന്ന് പറഞ്ഞായിരുന്നല്ലോ, എനിക്ക് ചേരണം മഠത്തിൽ, ഞാനും പോവുകയാണ്, കർമ്മലീത്ത മഠത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോഴേ എന്നെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് വീണ്ടും അനുമതി ചോദിക്കുമ്പോഴേ കുറേ സമയം മൗനം, ഒരു നിശബ്ദതയായി. അപ്പൻ്റെ മുഖത്തേക്ക് കൊച്ചുറാണി നോക്കിയപ്പോഴേ ആ 2 കണ്ണുകളും നിറഞ്ഞൊഴുകുകയാണ്. എന്നിട്ട് ആ വേദന അപ്പൻ മകളെ കാണിക്കാതിരിക്കുന്നതിന് വേണ്ടി മറിച്ച് ഒരു ചെറിയ ലില്ലിച്ചെടി വേരോടെ പിഴുതെടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു, കൊച്ചുറാണി, ഇത് കർമ്മലയിലേക്ക് പറിച്ചു നടുന്ന ചെറുപുഷ്പമാണ്. ഹല്ലേലൂയ. കർമ്മലയിലേക്ക് പറിച്ചു നടുന്ന ചെറുപുഷ്പം. കൊച്ചുറാണി കണ്ടു എത്രയോ ശ്രദ്ധയോടെയാണ് അപ്പച്ചൻ ആ ലില്ലി അതിൻ്റെ വേര് പോലും പിഴുതു പോകാത്ത രീതിയിൽ പിഴുതെടുത്ത് കയ്യിൽ കൊടുക്കുകയാണ്. കർമ്മല മഠത്തിലേക്ക് എന്നെ പറിച്ചു നടന്നു. ഹല്ലേലൂയ. ഒരപ്പൻ്റെ സമർപ്പണത്തിൻ്റെ ചൈതന്യം അവൾ അവിടെ കണ്ടു. ഹല്ലേലൂയ. ഹൃദയവേദനയോടുകൂടി അപ്പൻ സമ്മതിച്ചു.
പൂർണ്ണ സമ്മതം കിട്ടിയെന്ന് കരുതി അവൾ സന്തോഷിച്ചു. പക്ഷേ അപ്പൻ്റെ ഹൃദയത്തിൽ നിന്ന് ആ വേദന പോയിട്ടില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. മറിയം അനുവാദം കിട്ടി, മഠത്തിൽ പോകാനായിട്ട് പോയി ഇവളെ സന്തോഷപൂർവ്വം കൊണ്ടുവിട്ടതിന് ശേഷം അപ്പൻ അധികം താമസിയാതെ ഒരു മാനസിക രോഗിയായി അങ്ങ് മാറി. ഹല്ലേലൂയ. ഹല്ലേലൂയ. മാനസിക രോഗിയായി അദ്ദേഹം തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്, നിരാശാഭരിതനായി. ആളുകൾ അതിന് മുമ്പ് തന്നെ പറഞ്ഞു, ലൂയി എന്താ ചെയ്ത് നോക്കിയേ, മക്കളെ എല്ലാം പറഞ്ഞു വിട്ടിട്ട്, പ്രത്യേകിച്ച് ഈ കൊച്ചുറാണിയെ പറഞ്ഞു വിട്ടതിന് ശേഷം സ്വന്തം മനോനില തന്നെ തെറ്റി ഭ്രാന്തി പിടിച്ചവനെ പോലായല്ലോ എന്ന് പറഞ്ഞ് സഹതപിക്കുമ്പോഴേ അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ കുഞ്ഞിനെ ഞാൻ പരിപൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ ഈശോയുടെ കരങ്ങളിലേക്ക് കർമ്മലയിലേക്ക് പറിച്ച് നട്ടിരിക്കുന്നു എന്ന് പറയാണ്. ഒരപ്പൻ്റെ ത്യാഗം. ഹല്ലേലൂയ. ഒരപ്പൻ്റെ സമർപ്പണമാണ്. ഈ ചിന്തകളെല്ലാം കൊച്ചുദേശിയുടെ ഹൃദയത്തിലുണ്ട്. സമ്പൂർണ്ണമായി എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ഞാനും സമർപ്പിക്കുമെന്ന് അവൾ തീരുമാനിച്ചു. പരിപൂർണമായ സമർപ്പണത്തിന് വേണ്ടി അവൾ തയ്യാറായി. അങ്ങനെ ആ സമർപ്പണമാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അവൾ തന്നെ പരിപൂർണമായി സമർപ്പിക്കുക. ഈശോ സമർപ്പിച്ചതുപോലെ, പിതാവേ നിൻ്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഈശോ സ്വയം സമർപ്പിച്ചതുപോലെ തന്നെ കൊച്ചുറാണി കൊച്ചുദേശിയെ എന്ത് ചെയ്തു? കർമ്മല മഠത്തിൽ ഈശോയ്ക്ക് സമർപ്പിക്കുകയാണ്. ഇവരുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. ആ വ്രതസമർപ്പണത്തിൽ പ്രതിഷ്ഠ ചെയ്യുമ്പോഴേ തൻ്റെ അപ്പനും തൻ്റെ ചേച്ചിമാരും എല്ലാവരും കൂടെ ഉണ്ടായിരിക്കണമെന്നുള്ള വലിയൊരാഗ്രഹം. പക്ഷേ അപ്പൻ്റെ രോഗം സമ്മതിച്ചില്ല. ഇവളുടെ വ്രത സമയത്ത് മഠത്തിൽ കൂട്ടത്തിലുണ്ടായിരിക്കാനായിട്ട് സമ്മതിച്ച് അദ്ദേഹത്തിന് കൂടാൻ പറ്റിയില്ല. കൊച്ചിനോട് ഈ കൊച്ചുരാശയുടെ സഹോദരിമാർ പറഞ്ഞു, സിസ്റ്റേഴ്സ് പ്രായമായിരുന്നു പറഞ്ഞു, നീ പ്രാർത്ഥിക്കുക, അപ്പൻ കൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോഴത്തേന് അവൾ പറയുകയാണ്, ഇല്ലമ്മേ ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. ദൈവം അങ്ങനെയാണ് തിരുമനസ്സാകുന്നുവെങ്കിൽ ആ തിരുഹിതത്തിന് ഞാൻ എന്നെ മുഴുവനും സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു സമ്പൂർണ്ണ സമർപ്പണം ആ സംഭവത്തിലും കൊച്ചുദേശിയ കൊടുക്കുകയാണ്. ഹല്ലേലൂയ. ജീവിതത്തിലെ ഓരോ നിമിഷവും അങ്ങനെ തന്നെയാണ്. അവളുടെ ജീവിതത്തിൽ അങ്ങനെയാണ്. ശലി മരിച്ചു പോയപ്പോഴേ, 4.5 വയസ്സിൽ മരിക്കുമ്പോഴേ ഇവളെക്കുറിച്ച് ആർക്കും ഒരു ചിന്തയില്ല. വലിയൊരു ജനാവലി ഇവിടെ തടിച്ചുകൂടി. എല്ലാവരും അതും ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒരൊറ്റ വ്യക്തി പോലും ഈ കൊച്ചിനെക്കുറിച്ച് പരിഗണിക്കുന്നേ ഇല്ല. അവൾ പറഞ്ഞു, എല്ലാം ഞാൻ കണ്ടുകൊണ്ടിരുന്നു. അമ്മ മരിച്ചുവെന്നും എല്ലാം ഞാൻ കണ്ടു. ഇതാ ശവപ്പെട്ടിന്ന് വെച്ചിരിക്കുന്നു, അതിൻ്റെ മൂടി കണ്ടു, എല്ലാം കണ്ടു. വേദന എൻ്റെ ഹൃദയത്തിലുണ്ട്. എല്ലാവർക്കും വേണ്ടി എല്ലാം കണ്ട ഞാൻ എൻ്റെ അമ്മയുടെ ആത്മാവിന് വേണ്ടി എന്നെ മുഴുവനും സമർപ്പിച്ചുവെന്ന്. സമ്പൂർണ്ണ സമർപ്പണം അവളുടെ ജീവിതത്തിൻ്റെ ആരംഭം അത് തുടങ്ങിയതാണ്. കർമ്മലയിലേക്ക് പ്രവേശിച്ചപ്പോഴേ തന്നെ മുഴുവനും ഒരു ദഹനബലിയായി കർത്താവിന് സമർപ്പിക്കാൻ അതിനു മുമ്പ് തന്നെ അവൾ പഠിച്ചിരുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഒരിക്കല് ഈ സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി സെലിനോട് കൊച്ചുദേശിയ പറഞ്ഞു, സെലിൻ ചേച്ചി, നമുക്ക് നമ്മെ മുഴുവനും ഈശോയ്ക്ക് സമർപ്പിക്കാം. നമുക്കറിയാം, മനസ്സിലാക്കിക്കൊള്ളണം, ഈശോയ്ക്ക് സമ്പൂർണ്ണ ബലിവസ്തുവായി സമർപ്പിക്കുകയാണ് എങ്കിൽ വലിയൊരു പ്രത്യാഘാതം എന്ന് പറഞ്ഞാൽ ഈശോ അതിനുള്ള വില പിടിക്കും നമ്മിൽ നിന്ന്. ഹല്ലേലൂയ. വിശേഷം പറയുന്നുണ്ട്, ഒരു നോമ്പ് കാലം വന്നു, ഭംഗിയായിട്ട് ഒരുങ്ങി ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ച് ഒരുങ്ങിയിട്ട് ഞാൻ ഈശോയോട് പറഞ്ഞു, എൻ്റെ ഈശോയെ, ദുഃഖ വെള്ളിയാഴ്ച ദിവസം വ്യാഴാഴ്ച രാത്രിയിൽ തന്നെ ഞാൻ എന്നെ മുഴുവനും നിനക്കായി ഞാനൊരു ഹോമ ബലിയായി, ഒരു ദഹന ബലിയായി ഞാൻ സമർപ്പിക്കും, എന്നെ സ്വീകരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ ഒരുങ്ങുകയാണ്. പെസഹ വ്യാഴാഴ്ച ദിവസം വന്നു. ആ രാത്രി ആരാധന സമയത്ത് അവളെ തന്നെ പരിപൂർണമായി അങ്ങ് സമർപ്പിച്ചു. സമ്പൂർണ്ണ സമർപ്പണം. ആ സമ്പൂർണ്ണ സമർപ്പണം നടത്തിയ അന്ന് അവൾക്ക് ആ രാത്രി തന്നെ അവൾക്ക് പ്രയാസമായി. അവൾ എന്തോ ഒരു ദ്രാവകം തൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പോലെ അവൾക്ക് തോന്നി. അവൾ പെട്ടെന്ന് പോയി ഛർദ്ദിച്ചു. അവൾക്കറിയാം ഇത് രക്തം തന്നെയാണെന്ന്. ഈശോയ്ക്ക് ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചപ്പോഴേ എൻ്റെ ആത്മാവ് പിരിയത്തക്ക വേദന എന്നിൽ ഉളവാക്കിക്കൊണ്ട് കർത്താവായ ദൈവം എനിക്കൊരു അടയാളം തന്നതാണ്. ആ വേദന പിറ്റേ ദിവസം നേരം വെളുത്തു എഴുന്നേറ്റപ്പോഴേ രാത്രി എനിക്കെന്താ ഞാൻ ഛർദ്ദിച്ചതെന്ന് എനിക്കറിഞ്ഞുകൂടാ. എൻ്റെ മനസ്സിലുണ്ട് അത് രക്തമാണെന്ന് എനിക്കറിയാം. എൻ്റെ ആത്മാവ് പിരിയുന്ന വേദനയുണ്ടായിരുന്നു. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, രോഗികളുടെ സൗഖ്യത്തിന് വേണ്ടി, കർമ്മലീത്ത മഠത്തിന് വേണ്ടി, എൻ്റെ അപ്പച്ചന് വേണ്ടി, മരിച്ചുപോയ അമ്മച്ചിക്ക് വേണ്ടി എന്നിങ്ങനെ നിയോഗം വെച്ചുകൊണ്ടുള്ള അവളുടെ ആ സഹനം, ആ പ്രാർത്ഥന, അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന സമ്പൂർണ്ണ ദഹനബലിയായിട്ട് അർപ്പിച്ചു.
അതിൻ്റെ പ്രത്യാഘാതം രക്തം വമിക്കുകയാണ്, ഛർദ്ദിക്കുകയാണ്. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോഴേ ചെയ്തു നോക്കി, എന്താ ഇതെന്നറിയാം. നോക്കിയപ്പം അത് മുഴുവൻ നല്ല കട്ട ചോരയാണ്. അവൾക്ക് മനസ്സിലായി തൻ്റെ സമർപ്പണം ഈശോ സ്വീകരിച്ചു എന്ന് മനസ്സിലായി. അവൾക്കത് എന്തെന്നില്ലാത്ത ഹരമായി മാറി. ഓരോ നിയോഗത്തിന് വേണ്ടി തന്നെ സമർപ്പിക്കുവാൻ അവൾ തീരുമാനിച്ചു. ഹല്ലേലൂയ. ഒരിക്കൽ സെലിനോട് അതുപോലെ തന്നെ പറഞ്ഞു. സെലിൻ മടത്തി വന്നു. സെലിനോട് പറഞ്ഞു, സെലി ചേച്ചി, നമുക്കൊരു കാര്യം, നമുക്ക് നമ്മളെ മുഴുവനും സകല പുരോഹിതന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടി, തിരുസഭയ്ക്ക് വേണ്ടി, സകല മാതാപിതാക്കന്മാർക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞ് സമർപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ദഹനബലിയായിട്ട് സമർപ്പിക്കണമെന്ന് പറഞ്ഞാണ്. ദഹനബലിയായിട്ട് സമർപ്പിക്കാൻ അവർ തീരുമാനമെടുത്ത് സമർപ്പിച്ചു. അന്ന് തന്നെ കൊച്ചുരശിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി, മരിച്ചു പോയേക്കുമോ എന്നുള്ളൊരു വേദന അവളുടെ ആത്മാവിലേക്ക്, ഹൃദയത്തിലേക്ക് ഇരച്ചു കയറി. സമ്പൂർണ്ണമായ സമർപ്പണത്തിന് പെട്ടെന്ന് വില കൊടുക്കുന്നത് കാണുക. ഹല്ലേലൂയ. പക്ഷേ മനസ്സിലാക്കി കൊച്ചുരശി പറയാണ്, ഈശോ കാണിച്ചത് സമ്പൂർണ്ണ സമർപ്പണമാണ്. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിച്ചത് ആ നിമിഷം തന്നെ പിതാവ് അവിടുത്തെ സ്വീകരിച്ചു. മനുഷ്യമക്കൾക്ക് വേണ്ടി 1 യോഹന്നാൻ 4:10 പറയുന്നില്ലേ, മനുഷ്യമക്കളെ ഇത്രമാത്രം സ്നേഹിച്ച പിതാവായ ദൈവം പാപപരിഹാര ബലിയായി തൻ്റെ ഏകജാതനെ, ഏകകുമാരനെ ബലിയാക്കി മാറ്റി എന്ന് പറയാണ്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി. ഹല്ലേലൂയ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ ഏകജാതനെ ബലിയായി തീർത്ത പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം. പൊന്നുമക്കളെ, ഞാനിത് പറയുന്നത് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ബലിയായി തീരുക എന്നുള്ളതാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ഓരോ കോൺവെൻറ്റുകളിലും ഓരോ സന്യാസാശ്രമങ്ങളിലും ഇടവകകളിലുമെല്ലാം ഇങ്ങനെയുള്ളതായ ബലിവസ്തുക്കളാണ്. വൈദികർ ബലിവസ്തുക്കളാകണം, സമർപ്പിതർ ബലിവസ്തുക്കളാകണം, മാതാപിതാക്കന്മാർ മക്കൾക്ക് വേണ്ടി ബലിവസ്തുക്കളാകണം. വഴിതെറ്റിപ്പോകുന്ന മക്കൾക്ക് വേണ്ടി, അബദ്ധ സഞ്ചാരം ചെയ്യുന്ന മക്കൾക്ക് വേണ്ടി, അത് ഇവർക്ക് വേണ്ടി എൻ്റെ ഈശോ എൻ്റെ ജീവൻ എടുത്താലും ശരി, എൻ്റെ മകനെ, എൻ്റെ മകളെ നേർവഴിക്ക് തിരിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ജീവൻ സമർപ്പിക്കുന്നത്. ഒരമ്മ അങ്ങനെ തന്നെ വഴിതെറ്റിപ്പോയ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എൻ്റെ ജീവനെ നീ എടുത്താലും ഞാൻ സമർപ്പിക്കുന്നു, എൻ്റെ വഴിതെറ്റിപ്പോയ മകളെ നീ നേരെ കൊണ്ടുവരണമേ എന്ന്. അമ്മയുടെ പ്രാർത്ഥിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും മകൾ തിരിച്ചു വന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും അമ്മ മരിച്ചു. ദൈവം ആഗ്രഹിക്കുന്ന സമർപ്പണം അതാണ്. നമ്മുടെ കുടുംബങ്ങൾ ഇതുപോലുള്ള ബലിവസ്തുക്കൾ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. കുടുംബത്തിന് വേണ്ടി നിസാരവും പ്രധാനപ്പെട്ടതുമായ സഹനങ്ങൾ, രോഗപീഠകൾ, തകർച്ചകൾ, ഇതെല്ലാം ബലിവസ്തുക്കളായിട്ട് സമർപ്പിക്കാൻ തയ്യാറായാൽ നമ്മുടെ കുടുംബത്തിൽ മാറ്റമുണ്ടാകും. ഹല്ലേലൂയ. വിശുദ്ധന്മാർ വിശുദ്ധരായി തീർന്നത്, അതുപോലെ ആയി തീർന്നത് അവരുടെ ആത്മാർപ്പണത്തിലൂടെയാണ്. ഹല്ലേലൂയ. അൽഫോൻസാമ തന്നെ പരിപൂർണമായിട്ട് സമർപ്പിച്ചു. രോഗികളുടെ രോഗശാന്തിക്ക് വേണ്ടി സമർപ്പിച്ചപ്പോഴേ അതിന് പെട്ടെന്ന് തന്നെ വില കൊടുത്ത് നമുക്കറിയാം. മെത്രാനച്ചൻ്റെ രോഗശാന്തിക്ക് വേണ്ടി, മഠത്തിലെ പല കാര്യങ്ങൾക്ക് വേണ്ടി, പല രോഗികളുടെ പല ആവശ്യക്കാരെന്ന് പറയുമ്പോൾ തന്നെ ബലിയായി കൊടുത്തുകൊണ്ടുള്ളതായ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന സഫലമാകണമെങ്കിൽ തന്നെ ബലിയാക്കി മാറ്റിക്കൊണ്ടുള്ള സമർപ്പണമാണ് വേണ്ടത്. ഇതിന് വേറൊരു മാർഗം കൊച്ചുരശ പറയുന്നുണ്ട്. അനുദിന ദിവ്യബലിയിൽ ഓരോ നിയോഗം വെച്ചുകൊണ്ട് നമ്മളെ ബലിയായി സമർപ്പിച്ചാൽ അതിന് ഫലമുണ്ട് എന്ന് കൊച്ചുരശ പറയാണ്. അവൾ പറയാണ്, എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ പറയാണ്, എൻ്റെ അനുദിന ബലിയിൽ എന്നെ ഒരു ബലിവസ്തുവാക്കി സമർപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴേ ആ പ്രാർത്ഥനയ്ക്കെല്ലാം പെട്ടെന്ന് ഉത്തരം കിട്ടുന്നതായിട്ട് ഞാൻ കണ്ടു എന്ന് പറയാം. ഹല്ലേലൂയ. കുഞ്ഞുമക്കൾ, ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ഈ നമ്മുടെ ധ്യാനം അവസാനിക്കുന്ന ദിവസമാണ്. കൊച്ചുരശ്യ എങ്ങനെ തന്നെ സമർപ്പിച്ചോ അതുപോലെ നമ്മളെ സമർപ്പിക്കാം. അവൾ പറയുന്നുണ്ട്, കർമ്മലയിലേക്ക് പറിച്ചു നടപ്പെട്ട ചെറുപുഷ്പം അത് വളരേണ്ടത് കുരിശിൻ്റെ തണലിലാണ്. ഹല്ലേലൂയ. കർമ്മലയിലേക്ക് പറിച്ചു നടപ്പെട്ട ചെറുപുഷ്പം അത് വളരേണ്ടത് കുരിശിൻ്റെ തണലിൽ നിന്ന് വളർന്നവളാണ് കൊച്ചുരശ്യ. ഒരു ചെറുപുഷ്പ ഭക്തൻ വളരേണ്ടത് കുരിശിൻ്റെ തണലിൽ. ഹല്ലേലൂയ. ഹോമബലിയായി ബലിവസ്തുവായി തന്നെ സമർപ്പിച്ചുകൊണ്ടുള്ള ആ കുരിശിന്റെ തണലിൽ നിന്നെങ്കിൽ മാത്രമേ സഭ രക്ഷ പ്രാപിക്കുകയുള്ളൂ. ഹല്ലേലൂയ. കുടുംബം രക്ഷ പ്രാപിക്കുകയുള്ളൂ. ഹല്ലേലൂയ. ചെറുതും വലുതുമായ സഹനങ്ങളും കഷ്ടപ്പാടുകളും വേദനകളും നല്ലവനായ ദൈവത്തിന് ഒരു ബലിയുടെ അർത്ഥത്തിൽ രീതിയിൽ സമർപ്പിച്ച് പഠിക്കണം. ഹല്ലേലൂയ.
ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ 6-ാമത്തെ ദിവസത്തിൽ ഈ പരിശുദ്ധമായ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയാണ്. നമുക്ക് അവസാനിക്കുന്ന ഈ നിമിഷത്തിൽ നമ്മെ തന്നെ പരിപൂർണമായും ദൈവപിതാവിൻ്റെ കരങ്ങളിലേക്ക് ഈശോ എങ്ങനെ പിതാവിൻ്റെ കരങ്ങളിൽ സ്വയം സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ അതുപോലെ നമുക്കും ലോകരക്ഷയ്ക്ക് വേണ്ടി, കുടുംബരക്ഷയ്ക്ക് വേണ്ടി, സമൂഹത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, സഭയുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മെ ബലിയാക്കി മാറ്റാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ രാജാവെഴുന്നള്ളുന്നു, സ്വർഗീയ വൃന്ദങ്ങൾ അണിചേരുന്നു. തിരുവോസ്തിയായി കൂദാശയായി ജീവന്റെ നാഥനെഴുന്നള്ളുന്നു. സ്വർഗീയ രാജാവെഴുന്നള്ളുന്നു, സ്വർഗീയ വൃന്ദങ്ങൾ അണിചേരുന്നു. തിരുവോസ്തിയായി കൂദാശയായി ജീവന്റെ നാഥനെഴുന്നള്ളുന്നു. ഭക്ത്യാ വണങ്ങിടുവിൻ, സാഷ്ടാംഗം വീണിടുവിൻ. സ്വർഗീയ ഭോജ്യമായി ആത്മീയ ജീവനായി ഈശോ എഴുന്നള്ളുന്നു. ആരാധന യേശുവേ, ആരാധന സ്നേഹമേ, എൻ ജീവദായക, എൻ പ്രാണനായക, അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു, അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. നമ്മുടെ ധ്യാനത്തിൻ്റെ അവസാന ദിവസത്തിലേക്ക്, ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. തിരുവചനത്തിലൂടെ സമ്പൂർണ്ണ സമർപ്പണത്തെക്കുറിച്ച് നമ്മൾ ശ്രവിക്കുകയുണ്ടായി. വിശുദ്ധ കുദരീസ്യയുടെ ജീവിതത്തിൽ അവൾ നടത്തിയ സമ്പൂർണ്ണ സമർപ്പണം, അവളുടെ മാതാപിതാക്കൾ നടത്തിയ സമ്പൂർണ്ണ സമർപ്പണം, ലൂയി മാർട്ടിൻ സെല്ലിൻ നടത്തിയ സമ്പൂർണ്ണ സമർപ്പണത്തിൽ, ആ സമ്പൂർണ്ണ സമർപ്പണത്തിന് വേണ്ടി അവർ തന്നെ വ്യയം ചെയ്തത്, വിട്ടുകൊടുത്തത് കുദരീസ്യ കാണുകയും അതൊരു പ്രേരക ഘടകമായി അവളെ തന്നെ സമർപ്പിക്കുവാനായി പരിപൂർണമായിട്ട് സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ പരിശുദ്ധ ആരാധനയിൽ സംബന്ധിച്ചിരിക്കുന്ന സകല കുടുംബങ്ങളും നിങ്ങൾ ഈ വചനം ശ്രവിക്കുമ്പോൾ, ഒപ്പം തന്നെ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ പരിപൂർണമായി സമർപ്പിക്കുവാനായിട്ടുള്ള കൃപ നിങ്ങൾക്ക് ലഭിക്കട്ടെ. സമ്പൂർണ്ണമായ സമർപ്പണം. വിശുദ്ധ കുദരീസ്യ തൻ്റെ മാതാപിതാക്കളുടെ സമർപ്പണത്തെക്കുറിച്ച് മനസ്സിലാക്കി. പീഡകളുടെ നടുവിലും സഹനത്തിൻ്റെ നടുവിലുമെല്ലാം തന്നെ അവരെ തന്നെ വിട്ടുകൊടുത്തു, പിതാവായ ദൈവത്തിന് വിട്ടുകൊടുത്തു. ദൈവത്തിൻ്റെ ഹിതമല്ലാതെ, ദൈവഹിതമല്ലാതെ അവർ യാതൊന്നും അവർ ചെയ്തുമില്ല. വിഷമങ്ങൾ സ്വീകരിച്ചും പ്രതിസന്ധികളിലൂടെ കടന്നുപോയും പരിപൂർണമായി ഈശോയ്ക്ക് വിട്ടുകൊടുക്കുവാൻ വേണ്ടി അവർ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. രോഗങ്ങളുടെ നടുവിലും പീഡകളുടെ നടുവിലും മറ്റെല്ലാവരും മാറ്റി നിർത്തിയപ്പോഴൊന്നും അവരുടെ സമർപ്പണത്തിൽ അതിനൊന്നും യാതൊരു വിധത്തിലുള്ള മാറ്റവും വന്നില്ല. ഈ ഒരു സമ്പൂർണ്ണമായ സമർപ്പണം ഇതാ ഈ ആരാധനയിലൂടെ കാരുണ്യവാനായ കർത്താവ് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുകയാണ്. പരിപൂർണമായിട്ട് നമുക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. ലൂക്കായുടെ സുവിശേഷത്തിൽ 23-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വചനത്തിൽ നമ്മൾ കേട്ടു, വചന സന്ദേശത്തിൽ നമ്മൾ കേട്ടു, യേശു ഉച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇത് പറഞ്ഞിട്ടാണ് കർത്താവ് ജീവൻ വെടിഞ്ഞത്. അങ്ങയുടെ കരങ്ങളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ നൽകുന്നു. ഇതൊരു സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ ഒരു ഉദാത്തമായ ഭാവമാണ്. എല്ലാം വിട്ടുകൊടുത്ത മിശിഹ, പരിപൂർണമായി സമർപ്പിച്ച മിശിഹ ജീവൻ്റെ അവസാനത്തുള്ള രക്തം വരെ സമർപ്പിച്ചു, ജീവനും വരെ സമർപ്പിച്ചു, പരിപൂർണമായി തന്നെ സമർപ്പിച്ചു. ഇതാ ഞാൻ നിൻ്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. കുദരീസ്യ ഇതുപോലെ തന്നെ പരിപൂർണമായി ദൈവകരങ്ങളിൽ വിട്ടുകൊടുത്തതാണ്. നമ്മൾ ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ, ഈ ധ്യാനത്തിൻ്റെ അവസാനത്തെ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ
കുടുംബത്തിൽ പരിപൂർണമായിട്ടുള്ള സമർപ്പണം ഉണ്ടാകട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങൾ കടന്നു വരാതെ, തിന്മയുടെ പ്രവർത്തനങ്ങൾ കടന്നു വരാതെ, നിങ്ങളുടെ ജീവിതത്തിൽ അരൂപിയുടെ പ്രവർത്തനത്തിന്, പരിശുദ്ധാരൂപിയുടെ പ്രവർത്തനത്തിന് നിങ്ങൾ വിധേയപ്പെട്ട് നിൽക്കുവിൻ, പരിപൂർണമായി സമർപ്പിക്കുവിൻ. നമുക്കതിനായിട്ട് ഈ ആരാധനയിൽ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഈശോയെ നമ്മൾ പ്രത്യേകമായിട്ട് സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. ഒന്ന് സ്വരം എഴുത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ഈശോയെ നന്ദി കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ എൻ്റെ ദൈവമേ, ഈശോയെ നന്ദി കർത്താവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ എൻ്റെ ഈശോയെ കർത്താവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിലേക്ക് നോക്കാം. നമ്മളായിരിക്കുന്ന ഭവനത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ സമ്പൂർണ്ണ സമർപ്പണം നടത്തി ആരാധിക്കുവാനായി നമുക്ക് പ്രത്യേകമായിട്ട് തയ്യാറാകാം. എനിക്കുള്ളതും എൻ്റെ നന്മകളും കുറവുകളും എല്ലാം തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അൾത്താരയിൽ സ്നേഹപിതാവാം ദൈവം ഇതായി ബലിവേദിയിൽ പരിശുദ്ധ ത്രിയേക ദൈവം ഇതായി അൾത്താരയിൽ സ്നേഹപിതാവാം ദൈവം ഇതായി ബലിവേദിയിൽ പരിശുദ്ധ ത്രിയേക ദൈവം വരൂ 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 സോദരരേ, നമ്മുടെ ദൈവത്തെ വാഴ്ത്താം. പരിശുദ്ധമാകുമീ ദിവ്യകാരുണ്യത്തെ കുമ്പിടാം, നമുക്കാരാധിക്കാം. വരൂ 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 സോദരരേ, നമ്മുടെ ദൈവത്തെ വാഴ്ത്താം. പരിശുദ്ധമാകുമീ ദിവ്യകാരുണ്യത്തെ കുമ്പിടാം, നമുക്കാരാധിക്കാം. യേശുവിലേക്ക് നോക്കി കരങ്ങൾ കൂപ്പി പ്രാർത്ഥനയോടെ പരിപൂർണ സമർപ്പത്തിനായി നമ്മെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതായി സക്രാരിയിൽ രക്ഷകനാമേശുനാഥൻ ഇതായി തിരുവോസ്തിയിൽ ജീവിക്കും ദൈവത്തിൻ പ്രിയപുത്രൻ ഇതായി സക്രാരിയിൽ രക്ഷകനാമേശുനാഥൻ ഇതായി തിരുവോസ്തിയിൽ ജീവിക്കും ദൈവത്തിൻ പ്രിയപുത്രൻ വരൂ 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 സോദരരേ, രക്ഷകനീശോയെ വാഴ്ത്താം. പരിശുദ്ധമാകുമീ ദിവ്യകാരുണ്യത്തെ കുമ്പിടാം, നമുക്കാരാധിക്കാം. വരൂ 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 സോദരരേ, നമ്മുടെ ദൈവത്തെ വാഴ്ത്താം. പരിശുദ്ധമാകുമീ ത്രിത്വകാരുണ്യത്തെ കുമ്പിടാം, നമുക്കാരാധിക്കാം. യേശുവിലേക്ക് നോക്കാം. ഒരു സമ്പൂർണ്ണ സമർപ്പണത്തിന് വേണ്ടി നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും നമുക്കൊന്ന് ഒരുക്കാം. ഇതായി കോദാശയിൽ പാവനാത്മാവാം ദൈവം ഇതായി
കൂട്ടായ്മയിൽ നിത്യസഹായകൻ ദൈവം. ഇതായി കൂദാശയിൽ പാവനാത്മാവാം ദൈവം. ഇതായി കൂട്ടായ്മയിൽ നിത്യസഹായകൻ ദൈവം. വരൂ 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 സോദരരേ, പാവനാത്മാവിനെ വാഴ്ത്താം. പാവനാരൂപിയാം ദിവ്യ ചൈതന്യത്തെ കുമ്പിടാം, നമുക്കാരാധിക്കാം. വരൂ 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 സോദരരേ, നമ്മുടെ ദൈവത്തെ വാഴ്ത്താം. പരിശുദ്ധമാകുമീ ദിവ്യകാരുണ്യത്തെ കുമ്പിടാം, നമുക്കാരാധിക്കാം. വരൂ 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 സോദരരേ, നമ്മുടെ ദൈവത്തെ വാഴ്ത്താം. പരിശുദ്ധമാകുമീ ദിവ്യകാരുണ്യത്തെ കുമ്പിടാം, നമുക്കാരാധിക്കാം. കുമ്പിടാം, നമുക്കാരാധിക്കാം. കുമ്പിടാം, നമുക്കാരാധിക്കാം. സമ്പൂർണമായ സമർപ്പണം. ഈശോയിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യം പരിപൂർണമായ സമർപ്പണം. പിതാവായ ദൈവം നമ്മോടുള്ള സ്നേഹത്തെ പ്രതി പ്രിയപുത്രനെ ബലിയായി അർപ്പിച്ചു. നമ്മോടുള്ള സ്നേഹത്തെ പ്രതി അവിടുന്ന് പ്രിയപുത്രനെ ബലിയായി അർപ്പിച്ചു. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിനല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും തൻ്റെ ഏകജാതനെ നമുക്കായി ഒരു ബലിയായി സമർപ്പിക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. പ്രിയപുത്രനെ അവിടുന്ന് നമുക്ക് ബലിയായി നൽകിക്കൊണ്ട് ദൈവം നമ്മെ സ്നേഹിച്ചു. പ്രിയപുത്രൻ ദൈവഹിത പ്രകാരം മാനവ മക്കൾക്ക് വേണ്ടിയുള്ള ബലി അവിടുന്ന് പൂർത്തിയാക്കി. മനുഷ്യമക്കളുള്ള സ്നേഹത്തെ പ്രതി അവൻ സമ്പൂർണ്ണ സമർപ്പണം നടത്തി. കാൽവരി മലയിൽ ലൂക്കാസ് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവൻ ഉച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞു, പിതാവേ, ഇതാ ഞാൻ സമർപ്പിക്കുന്നു, നിന്റെ കരങ്ങളിലാണ് ഞാൻ എന്നെ സമർപ്പിക്കുന്നത്. സഹനത്തിൻ്റെ അവസാന നിമിഷത്തിൽ അവൻ പറഞ്ഞു, നിന്റെ കരങ്ങളിൽ ഞാനിതാ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തെ പിതാവായ ദൈവം വഴി നമുക്ക് ദൈവത്തിൽ സമർപ്പിക്കാം. ഒരു സമ്പൂർണമായ ആത്മസമർപ്പണം ഓരോ കുടുംബവും നടത്തട്ടെ. നിങ്ങൾ നിങ്ങളുടെ നന്മകൾ മാത്രമല്ല, നിങ്ങൾ സമ്പാദ്യങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ നന്മകൾ ഗുണങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ സകലതും നിങ്ങൾ സമർപ്പിക്കണം. കൊത്രീസ പറയുന്നുണ്ട്, യേശുവേ, എൻ്റെ ബലഹീനത തന്നെയാണ് ഞാൻ അങ്ങയുടെ സ്നേഹത്തിന് ബലിവസ്തുവായി ഞാൻ ആത്മാർപ്പണം ചെയ്യുക. എൻ്റെ ബലഹീനത, എനിക്ക് മറ്റൊന്നും എനിക്ക് തരാനില്ല, എൻ്റെ കഴിവുകൾ എനിക്കൊന്നും തരാനില്ല, എൻ്റെ നന്മകളും മേന്മകളും എനിക്കൊന്നും നൽകുവാനില്ല. എനിക്ക് നൽകുവാനുള്ളത് എൻ്റെ ബലഹീനതകൾ. എൻ്റെ ബലഹീനത മാത്രം തന്നെ അങ്ങയുടെ സ്നേഹത്തിന് ബലിവസ്തുവായി ഞാൻ അർപ്പിക്കുകയാണ്. ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നത് ഇത് തന്നെയാണ്. നിൻ്റെ കുറവുകളെ, നിൻ്റെ ബലഹീനതകളെ നീ എനിക്ക് സമർപ്പിച്ചാൽ മതി. ഓരോ കുടുംബവും ഏറ്റെടുത്ത് നടത്തേണ്ട സമർപ്പണമാണ്. കുടുംബം അനുഗ്രഹം പ്രാപിക്കുവാൻ, കുടുംബശക്തി ആർജിക്കുവാൻ, ആത്മീയ ചൈതന്യം കുടുംബത്തിൽ വ്യാപരിക്കുവാൻ, തിന്മകളൊക്കെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വിട്ടുപോകാൻ, ദുഷ്ടാരൂപിയുടെ ശല്യമൊന്നും നിങ്ങളുടെ കുടുംബത്തിൽ കടന്നു വരാതിരിക്കുവാൻ, ലോകശക്തികളും നാഗരിക ശക്തികളുമൊന്നും നിങ്ങൾ ആക്രമിക്കാതിരിക്കുവാൻ ഒരു സമ്പൂർണ്ണമായ ആത്മസമർപ്പണം. വിശുദ്ധ ഉദ്രേശയുടെ മാതാപിതാക്കളുടെ സമർപ്പണം നമ്മൾ കണ്ടുവല്ലോ. അവർ പരിപൂർണമായി സമർപ്പിച്ചു. സഹനങ്ങൾ വന്നപ്പോഴും ക്ലേശങ്ങൾ വന്നപ്പോഴും ഒന്നും അവരുടെ സമർപ്പണത്തിൽ അവർക്ക് യാതൊരു വിധത്തിലുള്ള മാറ്റം ഉണ്ടായില്ല. സ്നേഹം നമ്മെ നിർബന്ധിക്കും പരിപൂർണമായി സമർപ്പിക്കുവാൻ. സ്നേഹം നമ്മെ നിർബന്ധിക്കും പരിപൂർണമായി വിട്ടുകൊടുക്കുവാൻ. നമ്മൾ കാണുന്നുണ്ട്,
സ്നേഹം സ്നേഹത്താൽ മാത്രമേ വീട്ടിൽപ്പെടുന്നുള്ളൂ. ജോൺ ഓത്തർ റോസ് പറയുന്നുണ്ട്, സ്നേഹം സ്നേഹത്താൽ മാത്രമേ വീട്ടിൽപ്പെടുകയുള്ളൂ, മറ്റൊന്നുകൊണ്ടും മറ്റൊരു പ്രവൃത്തി കൊണ്ടും വീട്ടപ്പെടുകയില്ല. സ്നേഹം സ്നേഹത്താൽ മാത്രമേ വീട്ടപ്പെടുകയുള്ളൂ. ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന് സ്നേഹം കൊണ്ട് തന്നെ ഞാൻ പകരം തരും. സ്നേഹത്തിന് സ്നേഹം കൊണ്ട് തന്നെ പകരം തരും. ഏലിയ പ്രവാചകൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ എലീശ ആവശ്യപ്പെട്ടു, അങ്ങയുടെ അരുവിയുടെ ഇരട്ടി ശക്തി എനിക്ക് തരണമേ. അങ്ങയുടെ അരുവിയുടെ ഇരട്ടി ശക്തി, ഇരട്ടി പങ്ക് എനിക്ക് തരണമേ. ഏലിയായുടെ ഇരട്ടി സ്നേഹം അരുവി ചോദിച്ചെങ്കിൽ കൊത്തിരിയേശ പറയുന്നുണ്ട്, ഞാൻ സകല വിശുദ്ധരോടും പ്രാർത്ഥിക്കും, ഞാൻ സകല വിശുദ്ധരോടും പ്രാർത്ഥിക്കും. അല്ലയോ സ്വർഗവാസികളെ, അല്ലയോ സ്വർഗവാസികളെ, നിങ്ങൾ എൻ്റെ പ്രാർത്ഥന ഒന്ന് കേൾക്കണം. ഇതൊരു സാഹസികമാണെന്നറിയാം, പക്ഷെ എന്നിരുന്നാലും എൻ്റെ ഈ പ്രാർത്ഥന നിങ്ങളൊന്ന് കേൾക്കണം. സ്വർഗവാസികളെ, സ്വർഗാരൂപികളെ, നിങ്ങളുടെ സ്നേഹം ഇരട്ടിയാക്കി എനിക്ക് വേണം. നിങ്ങളുടെ സ്നേഹം എനിക്ക് ഇരട്ടിയായിട്ട് വേണം. സകല സ്വർഗവാസികളുടെ സ്നേഹം, സകല സ്വർഗീയ ദൂതന്മാരുടെ സ്നേഹം, അത് ഇരട്ടിയായിട്ട് എനിക്ക് വേണം. ആ ഇരട്ടി സ്നേഹം ഞാൻ ഈശോയ്ക്ക് സമർപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ഇരട്ടി സ്നേഹം നിങ്ങൾ എനിക്ക് നൽകിയാലും, ഇരട്ടി ശക്തി നൽകിയാലും, ആ ഇരട്ടി സ്നേഹം ഞാൻ സ്വീകരിച്ച് എൻ്റെ ഈശോയ്ക്ക് ഞാൻ സമർപ്പിക്കട്ടെ. എൻ്റെ ഈശോയെ ഞാൻ സ്നേഹിക്കുന്നു. സ്നേഹം സ്നേഹത്താൽ മാത്രമേ വീട്ടപ്പെടുകയുള്ളൂ. ഈ സ്നേഹം നമ്മെ പ്രേരിപ്പിക്കുന്നു സമർപ്പിക്കുവാനായി. ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി വിശുദ്ധ ഉത്തരീശയുടെ മാതാപിതാക്കൾ പരിപൂർണമായിട്ട് സമർപ്പിച്ചില്ലയോ? അതുപോലെ തന്നെ ആ മാതാപിതാക്കളുടെ ജീവിതം കണ്ട് വിശുദ്ധ ഉത്തരീശയെ സമർപ്പിച്ചു. ഈ ഒരു സമർപ്പണ മനോഭാവം നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരട്ടെ. മാതാപിതാക്കൾ പരിപൂർണമായിട്ട് സമർപ്പിക്കട്ടെ മക്കൾക്ക് വേണ്ടി. അവർ അനുഗ്രഹം പ്രാപിക്കുവാൻ, അവർ രക്ഷ പ്രാപിക്കുവാൻ, അവർ ജീവിതത്തിൽ ഉയർച്ചയിലൂടെ കടന്നു പോകുവാൻ, ദൈവാരൂപിയിൽ അവർ വളരുവാൻ സമർപ്പിക്കട്ടെ. ദൈവശക്തി അവർ നിറയുവാൻ മാതാപിതാക്കൾ പരിപൂർണമായി സമർപ്പിക്കട്ടെ. മക്കൾ നല്ല നിലയിൽ വളർന്നു വരുവാൻ, ദൈവിക ചിന്തകൾ അവരിൽ ഉണർന്നു വരുവാൻ, അവർ തിന്മയുടെ കൂട്ടുകെട്ടിലേക്ക് കടന്നു പോകാതിരിക്കുവാൻ മാതാപിതാക്കളുടെ സമർപ്പണം സമ്പൂർണ്ണ സമർപ്പണമാകട്ടെ. അതിന് നിങ്ങളുടെ കുറവുകൾ, നിങ്ങളുടെ ബലഹീനതകൾ, നിങ്ങളുടെ പോരായ്മകൾ ഇതെല്ലാം തന്നെ പരിപൂർണമായി സമർപ്പിക്കണം. ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സഹനങ്ങൾ നമ്മൾ വചനത്തിൽ കണ്ടല്ലോ. ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, ഞാൻ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. സഹനത്തിൻ്റെ തീച്ചൂളയിൽ കിടന്നുകൊണ്ട് പരമപിതാവിൻ്റെ മുമ്പിൽ സമർപ്പണം നടത്തിയ മിശിഹ നമ്മോട് ആവശ്യപ്പെടുന്നത് സമ്പൂർണ്ണമായ സമർപ്പണമാണ്. ക്രിസ്തു ഉത്തരീശ സ്വീകരിച്ച ആ സമ്പൂർണ്ണമായ സമർപ്പണം നമുക്കൊരു പ്രചോദനമാകട്ടെ. ഓരോ കുടുംബങ്ങളും ഉണരണം, ഓരോ കുടുംബത്തിലെ നാഥന്മാരും ഉണരണം, എല്ലാ മക്കളും ഉണരണം. ഒരു സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ആത്മസമർപ്പണം ഇന്ന് കുടുംബത്തിൽ ഉണ്ടാകട്ടെ. അത് നമ്മുടെ ഇടവകയ്ക്കും നമ്മുടെ നാടിനും നമ്മുടെ ദേശത്തിനും ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമ്മളുടെ സമർപ്പണം, എൻ്റെ വ്യക്തി സമർപ്പണം, എൻ്റെ കുടുംബത്തിന് സമർപ്പണം, ഇതെല്ലാം ഞാൻ സ്വീകരിച്ചുകൊണ്ട് എൻ്റെ സഹനങ്ങൾ, എൻ്റെ കുറവുകൾ, എൻ്റെ അപൂർണതകളെല്ലാം ഞാൻ സ്വീകരിച്ചുകൊണ്ട് ഞാൻ ഈശോയ്ക്ക് ഞാൻ വിട്ടുകൊടുക്കുമ്പോൾ സമർപ്പിക്കുമ്പോൾ അതെൻ്റെ കുടുംബത്തിന് അനുഗ്രഹമായിട്ട് മാറും, എൻ്റെ ദേശത്തിന് അനുഗ്രഹമായിട്ട് മാറും, എൻ്റെ ഇടവകയ്ക്ക് അതിന് അനുഗ്രഹമായിട്ട് മാറും. ഈ ഒരു വലിയ ചൈതന്യം നമുക്ക് സ്വീകരിക്കാം. യേശുവിലേക്ക് നമുക്ക് നമ്മുടെ ചിന്തകളെ ഉയർത്താം. പരിപൂർണമായി നമുക്ക് സമർപ്പിക്കാം. പരിപൂർണമായി നമുക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. എന്നെ കരുതുന്ന എൻ്റെ ഈശോ, എന്നെ പരിപാലിക്കുന്ന എൻ്റെ ഈശോ, അഗ്നിയിലൂടെ നടന്നാലും എന്നെ പരിപാലിക്കുന്ന എൻ്റെ ഈശോയ്ക്ക് ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കുകയാണ്. ഈ ആരാധനയുടെ അവസാന നിമിഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഒരിക്കൽ കൂടി നമ്മൾ വിട്ടുകൊടുത്തുകൊണ്ട് തന്നെ ഒരു വലിയ ആത്മസമർപ്പണത്തിലേക്ക് പ്രവേശിക്കുവാനായി വിട്ടുകൊടുക്കാം. അരുവിയുടെ ചൈതന്യം, ശക്തി ചൈതന്യം നമ്മുടെ ആത്മാവിൽ നിറയുകയും ചെയ്യുമാറാട്ടെ. ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ സ്തുതിപ്പിൻ്റെ സമയത്ത് എല്ലാ കുടുംബനാഥന്മാരും, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ശുശ്രൂഷയിൽ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബനാഥന്മാരും, എല്ലാ അമ്മമാരും, എല്ലാ മക്കളും നിങ്ങളെ തന്നെ പരിപൂർണമായി ഈശോയ്ക്ക് സമർപ്പിക്കട്ടെ. വിശുദ്ധ ഉത്തരീശ സമർപ്പിച്ചതുപോലെ തന്നെ, കുത്തിരീശന്റെ മാതാപിതാക്കൾ സമർപ്പിച്ചതുപോലെ തന്നെ ഒരു സമ്പൂർണ്ണമായ സമർപ്പണം നിങ്ങളിലും ഉടലെടുക്കട്ടെ. സ്വരമുയർത്തി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ദൈവമേ, നീശോയെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ എൻ്റെ ദൈവമേ, നീശോയെ കർത്താവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ എൻ്റെ ഈശോയെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ,
യേശു എൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ യേശു എൻ കൂടെയുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. യേശുവിലേക്ക് നോക്കി ഒരു സമ്പൂർണ്ണമായ സമർപ്പണം എല്ലാ ജീവിതത്തിൻ്റെ സമസ്ത സ്ഥലങ്ങളെയും സമർപ്പിച്ചുകൊണ്ട്, എൻ്റെ ആത്മീയ മേഖലയെ, ശാരീരിക മേഖലയെ, ഭൗതിക മേഖലയെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്കായിരിക്കാം. എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നത് തീയിലല്ല, യേശുവിൻ കരങ്ങളിലാ. വീഴുന്നത് തീയിലല്ല, എന്നെ യേശുവിൻ കരങ്ങളിലാ. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. ദൈവം എനിക്കനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവം എനിക്കനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. എൻ്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. എൻ്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. എന്തെല്ലാം ക്ലേശങ്ങൾ വന്നാലും പീഡകൾ വന്നാലും എൻ്റെ പ്രിയനാഥൻ്റെ മുമ്പിൽ, പ്രിയ പ്രാണൻ്റെ മുമ്പിൽ, എൻ്റെ പ്രാണപ്രിയൻ്റെ മുമ്പിൽ ഞാൻ എന്നെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കും, വിട്ടുകൊടുത്തിരിക്കും. ഈ പരിശുദ്ധ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ കുടുംബങ്ങളും, ഓരോ മക്കളും പ്രത്യേകം ശ്രദ്ധിക്കട്ടെ. അനുഗ്രഹം പ്രാപിക്കുവാൻ, രക്ഷ പ്രാപിക്കുവാൻ, ശക്തി ആർജിക്കുവാൻ, ആത്മീയ കരുത്ത് നിങ്ങളുടെ കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കുവാൻ, നിങ്ങളുടെ കുടുംബശക്തി ആർജിക്കുവാൻ ഒരു സമ്പൂർണ്ണമായ ആത്മസമർപ്പണം നിങ്ങൾ നടത്തട്ടെ. ഒരു സമ്പൂർണ്ണമായ ആത്മസമർപ്പണം, കരുത്തുറ്റ സമർപ്പണം, ഒരു കരുത്ത്, ഒരു ആത്മീയ കരുത്ത്, ആത്മീയ ശക്തി നിങ്ങളുടെ ഭവനങ്ങളിലും നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും നിറഞ്ഞു നിൽക്കട്ടെ. നിങ്ങളുടെ കുടുംബം ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി മാറണ്ടേ. ദൈവസാന്നിധ്യമുള്ള കുടുംബമായി മാറണ്ടേ. ദൈവം വസിക്കുന്ന ഇടമായി മാറണ്ടേ. ദൈവിക വിചാരങ്ങൾ സംഭവിക്കുന്ന ഇടമായി മാറണ്ടേ. സമ്പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം. ഒന്നും മാറ്റിവെക്കാതെ ശാരീരിക, മാനസിക, ആത്മീയ തലങ്ങളെ മുഴുവൻ നമുക്ക് ഈശോയ്ക്ക് വിട്ടുകൊടുക്കാൻ സമർപ്പിക്കാം. എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. എൻ്റെ ദൈവം എൻ്റെ കൂടെയുള്ളപ്പോൾ ആർക്കും എന്നെ തകർക്കാനാവില്ല. ആ സ്നേഹത്തിലേക്ക് അവർ തന്നെ ചേർത്ത് നിർത്തും. പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് നമുക്കായിരിക്കാം. ഒരു സമ്പൂർണ്ണമായ സമർപ്പണം എല്ലാ കുടുംബങ്ങളും നടത്തട്ടെ. ഈ പരിശുദ്ധ ആരാധനയിലൂടെ എന്നതില്ലാത്തൊരു അഭിഷേകവും ചൈതന്യവും എല്ലാം ഈശോ നമുക്ക് നൽകുന്നുണ്ട്. ഈ 6 ദിവസത്തെ ധ്യാനത്തിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ ദിവസത്തിലും കർത്താവ് നമ്മെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ലാസ്റ്റ് ദിവസമായിട്ട് ഇന്ന് ഇത് പ്രത്യേകമായിട്ട് നമ്മൾ ശുശ്രൂഷയുടെ കടന്നു പോയിട്ടുള്ള ഓരോ നിമിഷവും, സാഹചര്യങ്ങളിലും ഓരോ നിമിഷവും ഈശോ നമ്മെ അനുഗ്രഹിച്ചു. ഈ പരിശുദ്ധ ആരാധനയിൽ
എന്തെന്നില്ലാത്ത സ്നേഹം, എന്തെന്നില്ലാത്ത സംരക്ഷണം ഈശോ നമുക്ക് നൽകിയിട്ടുണ്ട്. എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് നന്ദി പറയാം. ഒരു സമ്പൂർണ്ണമായ ആത്മസമർപ്പണം നമുക്ക് ഹൃദയത്തിൽ നമുക്ക് നടത്തുക തന്നെ ചെയ്യാം. എല്ലാ കുടുംബങ്ങളും സമർപ്പണത്തിലൂടെ അനുഗ്രഹം പ്രാപിക്കട്ടെ. എല്ലാ കുടുംബങ്ങളും സമർപ്പണത്തിലൂടെ തന്നെ രക്ഷ പ്രാപിക്കട്ടെ. ഈ സമ്പൂർണ്ണമായ ആത്മസമർപ്പണം നമ്മുടെ ഹൃദയത്തിൽ തന്നെ സംഭവിക്കുകയും ചെയ്യുമാറാകട്ടെ. ഈശോ നൽകുന്ന ആശീർവാദത്തിന് വേണ്ടി നമ്മൾ തയ്യാറാകുന്നു. നമുക്ക് കരങ്ങൾ കൂപ്പി ശിരസ്സ് നമിച്ചുകൊണ്ട് തന്നെ ഈശോ നൽകുന്ന ആശീർവാദം നമ്മൾ സ്വീകരിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.